ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തമിഴ്നാട് യൂണിവേഴ്സിറ്റിയുടെ ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ കോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ BEd ഇത് വാലിഡ് ആണോ അല്ലയോ എന്നുള്ളത് ഒന്ന് ഡിസ്കസ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ചില കമൻസിനൊക്കെ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൺഫ്യൂസ്ഡ് ആക്കി അവരെ കുറച്ച് പാനിക്കാക്കി എന്ന് എനിക്ക് തോന്നുന്നു. സോ ഞാൻ എന്താ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് ഞാൻ പറയാം കേട്ടോ. ഫുള്ളായിട്ട് വീഡിയോ കാണാനായിട്ട് മറക്കണ്ട. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പം നമ്മുടെ ഇന്നലെ UAE കാര്യം പറയാം. ഇപ്പോൾ CBSE സ്കൂൾസിലാണെങ്കിൽ ഇപ്പോഴത്തെ നിയമം അനുസരിച്ചിട്ട് ടീച്ചർ ആവണമെങ്കിൽ ഒരു ഡിഗ്രി വേണം. ഓഫ് കോഴ്സ് ഡിഗ്രി ഡിസ്റ്റൻസ് ആയാലും മതി എന്ന് കുറേ പേര് എല്ലാവരും പറയുന്നു. ഇക്വലൻസി കിട്ടിയെന്ന് ഡിസ്റ്റൻസോ റെഗുലറോ എന്തായിക്കോട്ടെ, പക്ഷേ ഇക്വലൻസി ഈസ് എ മസ്റ്റ്. ഓക്കെ, ഇക്വലൻസി കിട്ടുവാണെങ്കിൽ മാത്രമാണ് ഓക്കെ ആവുക. അത് മാത്രം മൈൻഡിൽ വെക്കുക. ഡിസ്റ്റൻസ് ഓർ റെഗുലർ എന്നുള്ളത് മാറ്റിയിട്ട് ഇക്വലൻസി കിട്ടുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ എന്നുള്ള രീതിയിൽ വെക്കുക കേട്ടോ. BEdൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ BEd റെഗുലറോ അല്ലെങ്കിൽ ഓൺലൈനോ എന്ന് അവർ സ്പെസിഫിക്കലി പറയുന്നില്ല. അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് തമിഴ്നാട് യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു BEd ഇപ്പോഴത്തേക്ക് ഓക്കെയാണ്. ഓക്കെ, അതുപോലെ തന്നെ ബ്രിട്ടീഷ് കരിക്കുലം ആണെങ്കിൽ അവരും ഈ ഒരു ഡയറക്റ്റ് പോയിട്ട് ഒരു BEd എടുക്കണം എന്ന് കറക്റ്റായിട്ട് ചോദിക്കുന്നില്ല. അവരുടെയും ഡിഗ്രി മാത്രം മതി. പക്ഷേ ഏതെങ്കിലും ഒരു ഇതുപോലത്തെ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സസ് ചെയ്തിരിക്കണം എന്നുണ്ട്. ഏറ്റവും നല്ലത് ബ്രിട്ടീഷ് കരിക്കുലം അമേരിക്കൻ കരിക്കുലം ആണെങ്കിൽ PGCTL പോലെയുള്ള അവരുടെ തന്നെ UK ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സ് ചെയ്യുന്നതാണ് ബെറ്റർ. ഓക്കെ, പക്ഷേ ഇപ്പം നമുക്ക് നാട്ടിലേക്കും കൂടി വരണം. ഇപ്പം ഇൻ ബിറ്റ്വീൻ ചിലപ്പോൾ നമുക്ക് എപ്പോഴും നിൽക്കാൻ പറ്റില്ലല്ലോ ഔട്ട്സൈഡ് കൺട്രി. അപ്പോൾ നമുക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ ഈ ഒരു തമിഴ്നാട് യൂണിവേഴ്സിറ്റിയുടെ എഡ്യൂക്കേഷനിലുള്ള ഡിഗ്രി എന്ന് പറയുന്നത് വാലിഡ് ആണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത് കേട്ടോ. അപ്പോൾ അത് കുറേ അധികം പേര് ചെയ്തിട്ടുണ്ട്. എനിക്ക് റെഗുലർ BEd ഓൾറെഡി ഉണ്ട്. ബട്ട് സ്റ്റിൽ ഐ ആം പെർസ്യൂയിങ് മാസ്റ്റേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ ഇൻ തമിഴ്നാട് യൂണിവേഴ്സിറ്റി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ തമിഴ്നാട് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ തന്നെയാണ് എടുക്കുന്നത്. സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പം കുറേയധികം ഫ്രണ്ട്സ് ഇപ്പോൾ കംപ്ലീറ്റഡ് ആണ്. കുറേ പേര് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ചെയ്തേക്കുന്നത്. അവരുടെ മെയിൻ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ PSC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു BEd വേണം എന്നുള്ളത് കൊണ്ടിട്ട് ഇതെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതലും ഈ ഒരു തമിഴ്നാട് യൂണിവേഴ്സിറ്റിയുടെ BEd എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫീസ് അടയ്ക്കുന്നു. ഫീസ് അടച്ചിട്ട് അവരെല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അസൈൻമെൻറ്റ്സിനാണെങ്കിലും സെമിനാർസിനാണെങ്കിലും ഒക്കെ അവർ ഡെസർട്ടേഷൻ സബ്മിഷൻ ആണെങ്കിലും ഒക്കെ അവർ ഹെൽപ്പ് ചെയ്യാണ്. നമ്മൾ ഫീസ് അടയ്ക്കുന്നു. എക്സാം മാത്രം ചെന്നൈയോ അങ്ങനെയുള്ള സെൻറ്റേഴ്സിൽ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള സെൻറ്റേഴ്സിൽ ഇന്ത്യയിൽ പോയിട്ട് എഴുതണം. എക്സാംസ് എഴുതണം. 2 year കോഴ്സസ് തന്നെയാണ്. സോ ഇറ്റ് ഈസ് കൺവീനിയൻറ്റ് ഫോർ അസ്. നമുക്ക് അത്രയും എഫേർട്ടില്ല. പിന്നെ വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനിപ്പോൾ UAE ഒരു സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ ഇപ്പോൾ ഞാൻ ഈ റെഗുലർ BEd ചെയ്യുന്നു. ആ സമയത്ത് ഒരു സ്കൂളിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് എക്സിറ്റ് എൻട്രി ടിക്കറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. എക്സിറ്റ് എൻട്രി സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണം. ആ സമയത്ത് നമ്മൾ നമ്മുടെ പാസ്പോർട്ടിൽ പഞ്ച് ചെയ്തേക്കുന്നത്, അതായത് എക്സിറ്റ് എൻട്രി സർട്ടിഫിക്കറ്റിൽ ഡ്യൂറിങ് ദ ടൈം ഇൻ്റർവൽ ഇഫ് യു ആർ ഇൻ UAE അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കൺട്രിയിലാണ് എങ്കിൽ അതുമായിട്ട് മാച്ച് ചെയ്യില്ല അല്ലേ. റെഗുലർ കോഴ്സസുമാണ് ബട്ട് വി ആർ ഇൻ ദിസ് കൺട്രി. അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഇക്വലൻസി കിട്ടുക എന്നൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ, അതുപോലെ ജോബിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോയെന്നും എനിക്ക് കൺഫ്യൂഷനുണ്ട്. ഹാവ് നോ ഐഡിയ ഓൺ ഇറ്റ്. അതാണ് ആ കൺഫ്യൂഷൻ നിൽക്കുന്നത്. പിന്നെ ഈ PSC അപ്രൂവ്ഡ് ആണ് തമിഴ്നാട് യൂണിവേഴ്സിറ്റിയുടെ എഡ്യൂക്കേഷൻ എന്നുണ്ട്. MEdൻ്റെ കാര്യം ഞാൻ പറയാം. MEd എങ്കിൽ ഇപ്പോൾ ഒരു BEd കോളേജസിലൊക്കെ ലെക്ചറായിട്ട് കയറണം എന്നുണ്ടെങ്കിൽ അവർ പറയുന്നുണ്ട് ഇവിടെ കേരളത്തിലെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക്കലി ആ കോഴ്സിൽ നമ്മൾ MEd ചെയ്യണം. ഫിസിക്കൽ സയൻസ് ആണെങ്കിൽ അങ്ങനെ. പക്ഷേ ഔട്ട്സൈഡ് കേരള അങ്ങനെ ഒരു ഇതില്ല. ഒറ്റ സ്ട്രീമേ ഉള്ളൂ MEd. സോ അതിൻ്റെ ഇഷ്യൂസും വരാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇക്വലൻസിയുടെ കാര്യം നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്തും ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ അറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും BEdന് ഇക്വലൻസി കിട്ടിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഷെയർ ഇൻ ദ കമൻറ്റ്. സോ അതർ പീപ്പിൾസിനും എല്ലാവർക്കും, നമുക്ക് കാണുന്ന എല്ലാവർക്കും, ഈവൻ എനിക്കും അതൊരു നല്ല കാര്യമായിരിക്കും. നമുക്ക് നല്ല അറിവ് തന്നെയായിരിക്കും. പ്ലീസ് ഡു ദാറ്റ്. ദെൻ ഇക്വലൻസി ഇപ്പം വേണ്ട. ഇനി നാളെ UAEയുടെ നിയമം മാറുമോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോഴേ ഇക്വലൻസി കിട്ടുമോ എന്നുള്ളത് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞത്. സോ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇക്വലൻസി കിട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജെനുവൻസി കിട്ടിയിട്ടുള്ളെങ്കിൽ അത് ഒന്ന് മെൻഷൻ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡൗട്ട്. അപ്പോൾ എപ്പോഴും നിങ്ങൾ സമയമുണ്ട് എന്നുണ്ടെങ്കിൽ
റെഗുലർ ആയിട്ടുള്ള BEd തന്നെ പോയി പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതാണ് മെയിനായിട്ടുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം, എഡ്യൂക്കേഷൻ, പെഡഗോജി റിലേറ്റഡ് തിങ്സ് നമുക്ക് നല്ലൊരു നോളജ് കിട്ടില്ല ഈ ഓൺലൈൻ ആകുമ്പോൾ. പോയി തന്നെ പഠിച്ച് ട്രെയിനിങ് ഒക്കെ എടുത്ത് വരുന്നതിൻ്റെ അത്രയും വരില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പ്ലീസ് ഡു കമൻറ്റ്. ദെൻ ഇത് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്ലീസ് ഡു സബ്സ്ക്രൈബ് our channel. Okay, so thank you so much. See you in another video.